നമസ്കാരം. നടൻ സലീം കുമാറിന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിനിടെ വിങ്ങിപ്പൊട്ടി മുഖ്യമന്ത്രി വി ഡി സതീശൻ. സലീം കുമാറിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി വികാരാധീനനായത്. സലീം കുമാറിന്റെ മക്കളായ ചന്തുവിനെയും ആരോമിലിനെയും സതീശൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. ഭാര്യ സുനിയെ ആശ്വസിപ്പിക്കുന്നതിനിടെ സതീശൻ സങ്കടമടക്കാനാകാതെ വിങ്ങുകയായിരുന്നു. സഹോദരതുല്യനായ സുഹൃത്തിന്റെ വിയോഗത്തിൽ അത്യന്തം വികാരാധീനനായാണ് അദ്ദേഹം അന്തിമോപചാരം അർപ്പിച്ചത്. വെറും ഒരു ചലച്ചിത്ര താരത്തെയല്ല, തനിക്ക് സ്വന്തം കൂടപ്പിറപ്പിനെയാണ് നഷ്ടപ്പെട്ടതെന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സലീം കുമാറിന്റെ അടിയുറച്ച കോൺഗ്രസ് ബോധത്തെയും രാഷ്ട്രീയ നിലപാടുകളെയും അദ്ദേഹം അനുസ്മരിച്ചു. സലീം കുമാർ നമ്മളെല്ലാം വിട്ടുപോയി. ഏത് സംഘർഷഭരിതമായ സാഹചര്യത്തിലും ഏത് മലയാളിയെയും അവന്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിവുള്ള നർമ്മബോധത്തിന് ഉടമയായിരുന്നു സലീം കുമാർ. മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീടുകളിലും ഗൃഹസദസ്സുകളിലും എപ്പോഴും അവരെ സന്തോഷനിർഭരമാക്കുന്ന ഒരു മുഖമായിരുന്നു സലീം കുമാർ. എന്നാൽ താനൊരു ഹാസ്യ നടൻ മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു നടൻ കൂടിയാണെന്ന് അദ്ദേഹം ആദാമിൻ്റെ മകൻ അബുവിലൂടെ തെളിയിച്ച് ദേശീയ അവാർഡ് നേടി നമ്മുടെയെല്ലാം അഭിമാനം ഉയർത്തിപ്പിടിച്ചു. മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുഖവും ഭാവവുമാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലെ നിറം ചാർത്തിയ തമാശകളുടെ കൂടെയെല്ലാം സലീം കുമാറിൻ്റെ തമാശ കൂടി ചേർത്തിട്ടാണ് വരിക. കാരണം മലയാളിക്ക് ഹാസ്യം എന്ന് പറഞ്ഞാൽ അതിലൊരാൾ പഴയ തലമുറയിലെ അടൂർ ഭാസിയെയും ബഹദൂറിനെയും പോലെ പുതിയ കാലത്ത് സലീം കുമാറാണ്. വ്യക്തിപരമായ നഷ്ടമെന്ന് പറയുന്നത് എനിക്ക് അക്ഷരാർത്ഥത്തിൽ സഹോദര തുല്യനായ ഒരാളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന കാലം മുതൽ, പറവൂരിൽ വന്ന കാലം മുതൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടുള്ള വലിയ ആത്മബന്ധമുണ്ട്. ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഷൂട്ടിംഗ് വരെ ക്യാൻസൽ ചെയ്ത് ഞാൻ നോമിനേഷൻ കൊടുക്കുന്ന അന്നു മുതൽ ഞാൻ ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ അദ്ദേഹം കൂടെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടേ പോവുകയുള്ളൂ. എവിടെയും പിന്നെ കാണില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കണം, ഇങ്ങോട്ടൊരാവശ്യത്തിനും വരില്ല. ഞാൻ മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് സലീം കുമാറാണ്. എൻ്റെ അവകാശമാണെന്ന് പറയും. ഞാൻ വേറെ ആരെയും വിളിക്കില്ല, സലീമിനെ മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന്. നല്ല ഉറച്ച രാഷ്ട്രീയ ബോധ്യം. ഏത് തിളച്ചു മറിഞ്ഞ കാലാവസ്ഥയിലും തൻ്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എൻ്റെ സ്നേഹിതനെന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. പഠിക്കുന്ന കാലം മുതൽ അവസാന ശ്വാസം പോകുന്നത് വരെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിൽ, ഉറച്ച കോൺഗ്രസ് ബോധ്യത്തിൽ നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ഏറ്റവും അവസാനം പങ്കെടുത്ത പരിപാടി ഞാൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം പറവൂരിലെ പൗരാവലി എനിക്ക് നൽകിയ സ്വീകരണമാണ്. അതിനുശേഷം ഞാൻ പങ്കെടുക്കുന്നത് കൺവെൻഷനിലും തെരഞ്ഞെടുപ്പ് കാലത്തെ മീറ്റിങ്ങുകളിലും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വന്നാൽ എൻ്റെ വീട്ടിലോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലോ ഉണ്ടാകും. അത്രമാത്രം ഹൃദയബന്ധമാണ്. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു വിടവാങ്ങൽ ഉണ്ടാകുമെന്ന് കരുതിയില്ല. ഇന്നലെ രാത്രിയാണ് വീണ്ടും കടുത്ത ഹൃദയാഘാതമുണ്ടായി അദ്ദേഹത്തിൻ്റെ വേർപാടുണ്ടായത്. ഞാൻ കുടുംബത്തോടുള്ള ഔപചാരികമായ ദുഃഖം പ്രകടിപ്പിക്കുന്നില്ല. കാരണം ആ കുടുംബം എൻ്റെ കൂടെ കുടുംബമാണ്. ഞാനും കൂടി ആ കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ്. അവരെ എല്ലാവരെയും ഞാൻ ചേർത്ത് പിടിക്കും. ഞങ്ങളെല്ലാവരും ചേർത്ത് പിടിക്കും. എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നുമായിരുന്നു സതീശൻ്റെ വാക്കുകൾ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, നടൻ ജയറാം, രമേശ് പിഷാരടി, നവ്യ നായർ തുടങ്ങിയ സിനിമാ സാംസ്കാരിക ലോകത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മെഗാസ്റ്റാർ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരും സലീം കുമാറിന്റെ വിയോഗത്തിൽ ആഴത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തി. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് ഒരിക്കലും നികത്താനാകാത്ത വലിയൊരു നഷ്ടമാണ് ഈ വിയോഗമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുസ്മരിച്ചു. തീരാത്ത സങ്കടമാണ് ഈ വേർപാടെന്ന് മമ്മൂട്ടിയും സിനിമയ്ക്കകത്തും പുറത്തും തനിക്ക് ലഭിച്ച ഏറ്റവും നല്ലൊരു സുഹൃത്തായിരുന്നു സലീം കുമാർ എന്ന് മോഹൻലാലും ഓർമ്മിച്ചു. ഹാസ്യ സാമ്രാട്ടായി മലയാള സിനിമ ഭരിച്ച സലീം കുമാറിന്റെ വിയോഗത്തോടെ മലയാള സിനിമയിലെ ഒരു സുവർണ്ണ അധ്യായത്തിനാണ് അന്ത്യമാകുന്നത്.